ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം 4 മണി. ഇനി 5, 6, 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ എമ്പുരാൻ്റെ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യണം. അത് പാൻ ഷോ തീർന്ന നെക്സ്റ്റ് ഷോ 10:30 ഷോ, അതാണ് ഞാനെടുത്തുള്ള ടിക്കറ്റ്. അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. L2E എമ്പുരാൻ പടം ലൂസിഫർ കണ്ടിറങ്ങി. ലൂസിഫറിൻ്റെ ക്ലൈമാക്സ് കണ്ട് പോന്നപ്പോൾ വിചാരിക്കുന്നതാണ് നെക്സ്റ്റ് പാർട്ട് എമ്പുരാൻ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. എബ്രാഹിം ഖുറേഷി പുള്ളി ആരാണെന്ന് അറിയാനുള്ള അന്ന് തൊട്ടുള്ള കാത്തിരിപ്പാണ്. ഇന്ന് വർഷം 2019, ഇന്ന് വർഷം 6 വർഷത്തിന് ശേഷം 2025 മാർച്ചിലാണ് ഇപ്പോൾ പടം റിലീസാവുന്നത്. അപ്പോൾ അതിൻ്റെ ശരിയും പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അപ്പം ഇനി നമ്മൾ നേരെ ഉറക്കമില്ല, ഒന്നുമില്ല, കടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഈ പടം ഒന്ന് കാണാത്തത് ഇനി എങ്ങനെയും കാണിച്ച് പടം മാർച്ച് 27 വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഇനി പോയി പടം കാണുക, എങ്ങനെ ഉണ്ടെന്നുള്ള റിവ്യൂ ഇടുക, അതാണ് എൻ്റെ ഇത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് ഷോയാണ്, കാരണം മൊത്തം റിവ്യൂ വന്നതിനേക്കാളും മുമ്പ് പടം കാണാൻ കാരണം എന്നുള്ള ഇതുകൊണ്ടാണ് ഫാൻ ഷോ എടുക്കാനാണ് നോക്കിയത്. പക്ഷേ അതിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ഷോ, കാരണം വെച്ചാൽ ആളുകൾ വന്ന് അഭിപ്രായം പറഞ്ഞതിന് മുമ്പ് സിനിമ കാണാൻ കാരണം. അതാണ് നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. എപ്പോഴും ഗൈസ്, ഒരു രക്ഷയില്ല. ഈ പടത്തിന് വേണ്ടി എത്ര നാളായി വെയിറ്റിങ്. അന്ന് ലൂസിഫർ കഴിഞ്ഞ് കണ്ടിറങ്ങി പോന്നപ്പോൾ തൊട്ടുള്ള വെയിറ്റിങ്ങാണ് ഈ പടത്തിന് വേണ്ടി. എബ്രാഹിം ഖുറേഷി സത്യത്തിൽ ആരാണെന്നും എന്താണെന്ന് പറയാനുള്ളത്. അതുപോലെ ഇന്ദ്രജിത്തിന് ഇവിടെ നമ്മളും ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ബാലൻസ് എന്താണ് എന്നറിയാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളൊക്കെ ഇവിടെ. ഗൈസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ഓക്കേ.